തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇതാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ആർക്കും തന്നെ കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടില്ല. എന്തായിരിക്കും ഇനി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന സസ്പെൻസ് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി കെ ശ്രീകണ്ഠൻ MP നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാലക്കാട് ആർക്കും തന്നെ ഒരു കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടില്ല. BJP 25 സീറ്റുകൾ അവർ കൃത്യമായി തന്നെ വിജയിച്ചിരിക്കുന്നു. എന്തായിരിക്കും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭാവി എല്ലാം എങ്ങനെയായിരിക്കും? പാലക്കാട്ടെ നഗരസഭയുടെ ജനവിധി BJPക്ക് വലിയ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 28 സീറ്റുമായി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന BJPക്ക് ഇത്തവണ വലിയ തിരിച്ചടി ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. അതിലൂടെ അവർക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ്. ഭരിക്കാനുള്ള യോഗ്യത BJPക്ക് നഷ്ടമായിരിക്കുക. അവരതിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. ജനവിധി മാനിച്ച് അധികാരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ BJPയുടെ നേതൃത്വം തയ്യാറാകണം. 1. 2. UDFന് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. വളരെ കുറഞ്ഞ സീറ്റുകൾ, അതായത് 5 സീറ്റിൽ ഒരു വാർഡിൽ 5 വോട്ടിന്, ഒരു വാർഡിൽ 4 വോട്ടിന്, മറ്റൊരു വാർഡിൽ 22 വോട്ടിന്, വേറെ 2 വാർഡിലും 30 വോട്ടിനാണ് UDFന് സീറ്റുകൾ നഷ്ടമായത്. ഈ 5 സീറ്റും BJPയുടെ സീറ്റുകളാണ്. ആ 5 സീറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും UDF മുന്നിൽ വരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് BJPയും അതുപോലെ UDFും തമ്മിൽ നടത്തിയിരിക്കുന്നത്. CPMനും നില അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ടോട്ടൽ 53 വാർഡിൽ റിസൾട്ട് നോക്കുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ 46,800ആണ്. 1,00,000 വോട്ട് BJPക്ക് എതിരാണ്. 1,00,000 വോട്ടാണ്, 26,500 വോട്ടാണ് BJPക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നഗരത്തിലെ 50,000-ഓളം വരുന്ന ജനങ്ങൾ BJPക്ക് എതിരും 26,000-ഓളം വരുന്ന ജനങ്ങൾ BJPക്ക് അനുകൂലമാണ്. സാങ്കേതികമായിട്ട് സീറ്റിൻ്റെ എണ്ണമുള്ളൂ, ഭരണം ഒരിക്കലും BJPക്ക് ജനങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് അവർ അതിന് മെനക്കെടാതെ മാറി നിൽക്കണം. ജനാധിപത്യ മതേതര സംവിധാനം പാലക്കാട് വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ആ ആഗ്രഹത്തിന് അനുസരിച്ച് എല്ലാവരും ഒരു നിലപാടെടുത്താൽ നന്നായിരിക്കും. അതായത് അങ്ങനെ ഒരു നിലപാടെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ MP ഉദ്ദേശിക്കുന്നത് LDFനൊപ്പം സ്വതന്ത്രനൊപ്പം എല്ലാം ചേർന്നുകൊണ്ട് നഗരസഭാ ഭരണം ഒരുമിച്ച് നേടുക എന്നുള്ളത്. ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തമാണ്. ജനവിധിയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാനിക്കേണ്ടത്. ജനവിധി BJPക്ക് എതിരാണ്. 24,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഭൂരിപക്ഷം. അപ്പോൾ 1,00,000 പേര് ഒരു ഭാഗത്തും 26,000 പേര് ഒരു ഭാഗത്തും ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി പരിശോധിക്കേണ്ടത് മുന്നണികളുടെയൊക്കെ നേതൃത്വമാണെന്നാണ് ഞാൻ പറഞ്ഞോളൂ. എല്ലാ മുന്നണികളുടെ നേതൃത്വമാണ്. കാരണം ഈ വർഗീയ ശക്തികൾ ഇവിടെ പാടില്ല എന്നാണ് ജനവിധി. അത് സാങ്കേതികമായിട്ട് എണ്ണം സീറ്റ് കൂടുതലുണ്ട്. പക്ഷേ ഈ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് നഷ്ടമായി. കനത്ത തിരിച്ചടിയാണ്. മുന്നണികൾ കൈ തന്നാൽ, ഭരണം പിടിക്കാൻ വേണ്ടി പാലക്കാട് നഗരസഭയിൽ കൈ തന്നാൽ ആ കൈ UDF പിടിക്കുമോ? അല്ല, അത് തീരുമാനിക്കേണ്ട UDFൻ്റെ നേതൃത്വമാണ്. MPയുടെ ഒരു തീരുമാനത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല, ഏകോപന ചുമതല ഏൽപ്പിച്ചു, നല്ല അടുക്കും ചുറ്റോട് പ്രവർത്തിച്ചു. 100 വോട്ടിന് താഴെയാണ്. ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ചോ, ഈ 5 സീറ്റ് ആകെ 100 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്, 5ലും കൂടി. അപ്പോൾ ചെറിയ നേരോ മാർജിനാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകാതെ UDF പോയത്. സ്വാഭാവികമായിട്ടും വോട്ട് BJPയേക്കാൾ 1000 ചില്ലാനം വോട്ട് UDFന് കൂടുതലാണ്. 17,000 വോട്ട് LDFനുണ്ട്. മൊത്തം BJPക്ക് 20,000-ലധികം വോട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ജനവിധി എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങൾ ശക്തമായ തിരിച്ചടിയാണ് BJP ഭരണത്തിനും BJPക്കും നൽകിയിട്ടുള്ളത്. അത് ഒന്ന് തുറന്ന ചിന്തയ്ക്ക് വഴി ഒരുക്കേണ്ട കാര്യമാണ്. എല്ലാ മുന്നണികളും അത് പരിഗണിക്കും. അതെ, തീർച്ചയായിട്ടും. കോൺഗ്രസും LDFും എല്ലാവരും ജനാധിപത്യ മതേതര ശക്തികളാണല്ലോ കേരളത്തിൻ്റെ ഒരു വലിയ സമ്പത്ത്. ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. സ്വതന്ത്രനുണ്ട് കൂടെ. സ്വതന്ത്രരുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇത്തവണ BJP ഇറക്കും എന്നുള്ളതാണ് അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. ജനാധിപത്യ മതേതര ശക്തികളാണ് ഭൂരിപക്ഷം. ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ ചർച്ചകൾ അനിവാര്യമാണ്. പാലക്കാട് പുതൂർ പഞ്ചായത്ത് അട്ടപ്പാടിയിലുള്ളത്, അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്ത്, അതെല്ലാം LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അവിടെ പുതൂർ പഞ്ചായത്തിൽ നിന്നും LDFന് സീറ്റില്ലാത്ത രീതിയിലേക്ക് അവിടെ BJP വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ. ഇതിപ്പോൾ അഴിമതിയിൽ മുങ്ങിയ LDFൻ്റെ ഭരണസമിതിക്കെതിരായിട്ട് ആരെയും ജയിപ്പിക്കുകയാണ് ജനങ്ങൾ. അതിൽ മറ്റൊന്നും തിരിഞ്ഞു നോക്കാതെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പഞ്ചായത്തുകളാണ് LDFന് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ് 20-ലധികം പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 20-ലധികം പഞ്ചായത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ LDFിൽ നിന്നും UDF പിടിച്ചടക്കിയത്. നിരവധി ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ, 2 മുനിസിപ്പാലിറ്റിയിലധികം, ഇതെല്ലാം
UDFിന് അനുകൂലമായിട്ടാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. BJP LDFും എല്ലാം പ്രധാനമായും പാലക്കാട് ഉൾപ്പെടെ ഉയർത്തിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു. BJPക്ക് 3 സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. അക്കാര്യത്തിൽ അവരുടെ നിലപാടായിട്ട് മുന്നോട്ട് പോകും. നമുക്കതല്ല, ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇതാണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് MP പറയാതെ പറയുന്നത്. അതിനുവേണ്ടി എല്ലാ മുന്നണികളും ഒരുമിച്ചിരുന്ന് ആലോചിച്ചൊരു തീരുമാനം സ്വീകരിക്കണമെന്നുൾപ്പെടെ VK ശ്രീകണ്ഠൻ MP വ്യക്തമാക്കുന്നുണ്ട്. PD ജേർണലിസ്റ്റ് വിജേഷ് ഓളവനയ്ക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടാണ് പാലക്കാട്.